അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ നോക്കാം. അത് പപ്പടമാണ്, പഴമുണ്ട്, പിന്നെ പൊതിച്ചോറാണ്. ഞാൻ ഓണത്തിന് പുറത്തായിരുന്നതുകൊണ്ട് ഓണസദ്യ വീട്ടിലുണ്ടാക്കിയതാണ്. പക്ഷെ പണ്ടൊരു പ്രാവശ്യം പൊതിച്ചോറ് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വേറെ വേറെ ആയിട്ട് കൂട്ടാൻ കൊണ്ടുവരണ്ട, എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിവേ ഇപ്രാവശ്യം അതുകൊണ്ട് അത് ഫ്ലോപ്പായോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. എനിക്കെന്തായാലും നല്ല ടേസ്റ്റിയാണ്, എനിക്കെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ തോരന്, പച്ചടി, കിച്ചടി, പിന്നെ കൂട്ടുകറി കടലക്കറിയാണ്, ചുണ്ടൽ പോലെ, പിന്നെ അവിയൽ, സാമ്പാർ, ഇഞ്ചിക്കറി, അച്ചാർ. അപ്പം എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തു. എല്ലാം തോരനെടുത്തു, പച്ചടി എടുത്തു, അവിയലെടുത്തു, കൂട്ടുകറി എടുത്തു, സാമ്പാർ ഓൾറെഡി മിക്സ്ഡാണ്. എല്ലാം കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കാം. എല്ലാം നല്ല ടേസ്റ്റിയായിരുന്നു, മിക്സായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഓണസദ്യ തന്നെയായിരുന്നു. പിന്നെ നാരായണൻ്റെ വക നാരായണനും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് അവിയലായിരുന്നു, അവിയലുണ്ട്. അപ്പോൾ അവിയൽ ഡബിളായി. എന്നാലും പാലക്കാടൻ അവിയൽ എങ്ങനെയാണ് കഴിക്കാം. വെണ്ടയ്ക്ക സാമ്പാറാണ്. ഇവിടെ പാലക്കാട് എല്ലാത്തിനും വേറെ വേറെ സാമ്പാറാണ്. ഒരു തേങ്ങ അരച്ച് ചേർക്കും, അതിനൊരു പ്രത്യേക രുചിയാണ്. പിന്നെ തൈര് നാരായണൻ ഡിഫോൾട്ട് കൊണ്ടുവരാറുണ്ട്, ചോറ് വേറെ കൊണ്ടുവരുന്നുണ്ട്, പൊന്നിരിയാണ് നാരായണൻ കൊണ്ടുവരുന്നത് കഴിക്കുന്നത്. അപ്പം വെണ്ടയ്ക്ക സാമ്പാറും അവിയലും എല്ലാം ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അവരുടെ തൈരിട്ട അവിയലാണ്. നമ്മുടെ അല്ലെങ്കിലും അവരുടെ വേറൊരു ടേസ്റ്റാണ്. എനിക്കത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും. പല പല ടേസ്റ്റുകൾ എൻജോയ് ചെയ്യാൻ കിട്ടുന്നതിനൊരു ഭാഗ്യമല്ലേ. അങ്ങനെ പൊന്നോണം പുതിയോണമായി ആഘോഷിച്ചു.